നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi, life easy. 13ാം നിയമസഭയുടെ അവസാന സമ്മേളനം നാളെ തുടങ്ങും. നാളെ ഗവർണറുടെ നയപ്രഖ്യാപനം. സഭ മുടക്കാനുള്ള നീക്കം തടയുമെന്ന് കെ.സി. ജോസഫ്. ഉമ്മൻചാണ്ടിക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പിണറായി വിജയന് ലൈസൻസ് ആവശ്യമില്ല. ഇത് യാത്ര മാറ്റിവെക്കുന്ന ആരുടെയും പേടിച്ചിടുന്നുമില്ല. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം 23 മുതൽ 25 റെയിൽവേ ബജറ്റ്, 29 പൊതു ബജറ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ അവസാനം നടത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാഷ്ട്രീയ പാർട്ടികൾ. കമ്മീഷൻ പാർട്ടി പ്രതിനിധികളുമായി ചർച്ച നടത്തി. വോട്ടെടുപ്പ് ഒറ്റഘട്ടമാക്കണമെന്ന് പൊതുവികാരം. വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കണം. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ ബി.ജെ.പി. അധ്യക്ഷൻ കേരളത്തിൽ. മുൻനിര നേതാക്കളെല്ലാം മത്സരിക്കാൻ ധാരണ. കുമ്മനം, നേമത്തും രാജഗോപാൽ, തിരുവനന്തപുരത്തും ജനവിധി തേടിയേക്കും. സഖ്യ കവാടം തുറന്നിരിക്കുന്നുവെന്ന് കുമ്മനം. ബി.ജെ.പി. അംഗീകരിക്കുകയും ബി.ജെ.പിയുടെ നയപരിപാടികൾക്ക് സ്വീകാര്യത നൽകുകയും ചെയ്യുന്ന ഏത് രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. കാരായി രാജൻ പങ്കെടുക്കാത്തതിനെ തുടർന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. വികസനം സ്തംഭനത്തിലെന്ന് കോൺഗ്രസ്. കാരായി രാജനെ പദവിയിൽ നിന്ന് നീക്കാൻ CPIM-ൽ ആലോചന. PSC വിവരാവകാശ പരിധിയിൽ വരുമെന്ന് സുപ്രീം കോടതി. ഉത്തരക്കടലാസ് ആവശ്യക്കാർക്ക് നൽകണം. മൂല്യനിർണ്ണയം നടത്തിയവരുടെ വിവരം നൽകേണ്ട. ഹൈക്കോടതി വിധി ഭേദഗതികളോടെ സുപ്രീം കോടതി ശരിവച്ചു. നഗ്നയാക്കി തെരുവിലൂടെ നടത്തിയെന്ന ടാൻസാനിയൻ യുവതിയുടെ വാദം തള്ളി കർണാടക സർക്കാർ. ഉണ്ടായത് വംശീയ ആക്രമണമല്ലെന്ന് ആഭ്യന്തരമന്ത്രി. കേസിൽ 5 പേർ അറസ്റ്റിൽ. സിദ്ധരാമയ്യയോട് രാഹുൽ ഗാന്ധി വിശദീകരണം തേടി. അന്തരിച്ച ജസ്റ്റിസ് പരിപൂർണനോട് സർക്കാരിന്റെ അനാദരവ്. സംസ്കാരത്തിന് ഔദ്യോഗിക ബഹുമതി നൽകേണ്ട എന്ന് പൊതുഭരണ വകുപ്പിന്റെ നിർദ്ദേശം. ഇടതുചിന്തകൻ N.A. കരീം അന്തരിച്ചു. സിറിയൻ പ്രതിസന്ധി പരിഹരിക്കാനുള്ള സമാധാന ചർച്ച ഐക്യരാഷ്ട്രസഭ റദ്ദാക്കി. നടപടി സമവായത്തിലെത്താത്തതിനെ തുടർന്ന് വിമതർക്ക് നേരെയുള്ള സൈനിക നീക്കം ശക്തമാക്കി. 12ാമത് സാഫ് ഗെയിംസ് നാളെ ഗുവാഹത്തിയിൽ തുടങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗെയിംസ് ഉദ്ഘാടനം ചെയ്യും. നാഗ്ജി ട്രോഫി രാജ്യാന്തര ഫുട്ബോൾ ടൂർണമെന്റ് നാളെ കോഴിക്കോട് തുടങ്ങും. ആദ്യ മത്സരം അത്ലറ്റിക്കോ പരാനയും വാറ്റ്ഫോർഡ് FC-യും തമ്മിൽ. 13ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനം നാളെ ആരംഭിക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടു കൂടിയായിരിക്കും സമ്മേളനം ആരംഭിക്കുക. സോളാറും ബാറും കത്തിനിൽക്കെ നിയമസഭ പ്രക്ഷുബ്ധമാകും. 13ാം കേരള നിയമസഭയുടെ അവസാനത്തെ സമ്മേളനമാണ് നാളെ ആരംഭിക്കുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടു കൂടി ആരംഭിക്കുന്ന സഭാ സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം ബജറ്റ് അവതരണവും വോട്ട് അക്കൗണ്ട് പാസാക്കലുമാണ്. 12ാം തീയതിയാണ് UDF സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവതരിപ്പിക്കുന്നത്. 5 ഓർഡിനൻസുകളാണ് ഈ സഭാ സമ്മേളനത്തിൽ നിയമമാക്കാനുള്ളത്. ഹർത്താൽ നിയന്ത്രണ ബില്ലും സഭയുടെ പരിഗണനയ്ക്ക് വന്നേക്കാം. അതേസമയം സോളാറിൽ സരിത നടത്തിയ വെളിപ്പെടുത്തലും ബാർക്കോഴയും കൊടുമ്പിരി കൊണ്ടിരിക്കെ സഭാ സമ്മേളനം സുഗമമായി പോകില്ലെന്ന് ഉറപ്പാണ്. നയപ്രഖ്യാപനം നടത്താൻ ഗവർണർ എത്തരുതെന്ന് വരെ ആവശ്യപ്പെട്ട പ്രതിപക്ഷം ഈ സഭാ സമ്മേളനം സുഗമമായി നടക്കില്ലെന്ന് പറയാതെ പറയുകയായിരുന്നു. ബജറ്റ് അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് അർഹതയില്ലെന്ന് വ്യക്തമാക്കിയിട്ടുള്ള പ്രതിപക്ഷം പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ ബജറ്റ് അവതരണം തടയാൻ സാധ്യതയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ മാണിയിലും ബാബുവിലും കേന്ദ്രീകരിച്ച പ്രതിഷേധം ഇത്തവണ സർക്കാരിനെതിരെയാക്കി മാറ്റാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ചുരുക്കത്തിൽ പ്രതിപക്ഷ പ്രതിരോധത്തെ മറികടക്കാൻ UDF സർവ്വ ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കേണ്ടി വരും. നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ ഉണ്ടാകും. വെള്ളിയാഴ്ച മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കും. അത് തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഉമ്മൻചാണ്ടിക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പിണറായി വിജയന് ലൈസൻസ് ആവശ്യമില്ല. ലാവ്ലിൻ കേസും കതിരൂർ മനോജ് വധക്കേസിൽ P. ജയരാജൻ പ്രതി ചേർക്കപ്പെട്ടതും പ്രതിരോധമായി ഉപയോഗിക്കാനാണ് UDF ആലോചിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. MLA-മാരായ P. ശ്രീരാമകൃഷ്ണൻ, N. ഷംസുദ്ദീൻ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ശ്രീമതി ബിന്ദു കൃഷ്ണ, 13ാം നിയമസഭയുടെ അവസാനത്തെ സമ്മേളനമാണ് ഇത്. ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നിയമസഭാ സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ പക്ഷേ 5 മന്ത്രിമാർ, മുഖ്യമന്ത്രി അടക്കം 5 മന്ത്രിമാർ ആരോപണങ്ങളുടെ കരിനിഴലിലാണ്. നേരിട്ട് പണം കോഴ കൊടുത്തു എന്ന് ആരോപിക്കപ്പെട്ടിരുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തെ അകത്തും പുറത്തും നേരിടേണ്ടി വരും. ആത്മവിശ്വാസമുണ്ടോ UDF-ന്? UDF-ന്റെ ആത്മവിശ്വാസത്തിന് ഒരു കോട്ടവുമില്ല. കാരണം 4 വർഷക്കാലത്തെ സംസ്ഥാനത്തെ ഭരണത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഒരു പക്ഷത്ത് ജനക്ഷേമ പരിപാടികളും കാരുണ്യ പ്രവർത്തനങ്ങളുമായി മുമ്പെങ്ങുമില്ലാത്ത വിധം മുന്നോട്ട് പോയ ഒരു ഗവൺമെന്റ്. അതുപോലെ തന്നെ വികസന കാര്യങ്ങളിൽ ഇതിനു മുമ്പ് LDF-ന്റെ ഭരണകാലത്ത് വികസനത്തിന്റെ ശവപ്പറമ്പായി മാറിയിരുന്ന കേരള സംസ്ഥാനത്തെ വികസനങ്ങളുടെ വലിയ നേട്ടത്തിലേക്ക് കുതിച്ചുചാട്ടത്തിലേക്ക് നയിച്ച ഒരു ഗവൺമെന്റ്.
പിന്നെ ആരോപണങ്ങളെ കുറിച്ച് പറയുകയാണ്. ആരുടെ ആരോപണം? എന്ത് ആരോപണം? സാധാരണഗതിയിൽ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ അടക്കം സാമൂഹിക ജീവിതത്തിലെ പ്രബുദ്ധരായ ജനതയുടെ ചിന്തകളിൽ ഉൾപ്പെടെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ ആരോപണം ഉന്നയിക്കുന്ന ആളിന്റെ വിശ്വാസ്യത പരമപ്രധാനമാണ്. ബാർ പൂട്ടിയ അല്ലെങ്കിൽ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ 10% വീതം 2 വർഷമായി പൂട്ടിയ, അങ്ങനെ മദ്യരഹിത കേരളത്തിലേക്ക് ചുവട് വെച്ച ഒരു ഗവൺമെന്റിന്റെ മദ്യനയത്തിൽ അതൃപ്തിയുള്ള, ദൈനംദിനം ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വരുന്ന ആ നഷ്ടം ഈ സംസ്ഥാനത്തിന് മനസ്സിലാക്കാൻ കഴിയും. ജനങ്ങളെ കുടിപ്പിച്ച് കൊള്ളലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മദ്യ മുതലാളിയുടെ വാക്കുകൾ കേട്ട് രാഷ്ട്രീയ അജണ്ട നിശ്ചയിച്ചവരല്ലേ യഥാർത്ഥത്തിൽ ആത്മവിശ്വാസമില്ലാത്തവരായി മാറേണ്ടത്? 4.25 വർഷക്കാലം ഭരിച്ച ഒരു ഗവൺമെന്റിന് ക്രിയാത്മക പ്രതിപക്ഷത്തിന് എന്തുകൊണ്ട് ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാൻ കഴിഞ്ഞില്ല? തട്ടിപ്പുകാരുടെയും ബാർ മുതലാളിമാരുടെയും ഒക്കെ വാക്കുകൾ കേട്ടുകൊണ്ട് രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കേണ്ട ഗതികേടിലേക്ക് അവർ എങ്ങനെ എത്തിച്ചേർന്നു എന്ന് ആത്മപരിശോധന അതാണ് കോൺഗ്രസിന്റെ വേർഷൻ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, രാഷ്ട്രീയ കേരളം അതിന്റെ അജണ്ടകൾ നിശ്ചയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കലാശക്കൊട്ടിന്റെ സമയമാണ്. നമ്മൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. 5 മന്ത്രിമാർ ആരോപണ വിധേയരായിരിക്കെ നിർണായകമായൊരു നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നിങ്ങൾ നിയമസഭയ്ക്ക് പുറത്ത് വലിയ തോതിൽ ഈ വിഷയങ്ങളൊക്കെ ഉന്നയിക്കുന്നവരാണല്ലോ. ഈ വിഷയങ്ങൾ കൂടുതൽ ശക്തമായി തിളയ്ക്കാൻ പോവുകയാണ്. സർക്കാർ അങ്ങേയറ്റം പ്രതിരോധത്തിലാകുമെന്ന് തോന്നുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അല്ല, ഈ സർക്കാരിനെ നാളിതുവരെ നയിക്കാൻ, അതായത് കേരള ഭരണകൂടത്തെ നയിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്തുള്ള പ്രതിപക്ഷമാണ്. ഈ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള കോടാനുകോടി രൂപയുടെ അഴിമതിയുടെ ഇത്രയും വൃത്തികെട്ട കഥകൾ, വെറും കഥയല്ലത്, അതെല്ലാം തന്നെ രേഖകളായി നമ്മുടെ മുന്നിൽ നിലനിൽക്കുമ്പോഴാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ ചോദിക്കുന്നത് ആരുടെ ആരോപണം എന്നാ ചോദിക്കുന്നത്. ഏത്, അതായത് ഒരു കോടി വാങ്ങിയ ആളും 10 കോടി വാങ്ങിയ ആളും ശ്രീമതി സരിതയുമായിട്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ് വരെ ഒപ്പുവെക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയുമാണ് മിസ്റ്റർ ഉമ്മൻചാണ്ടി എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടില്ലേ? 14 മണിക്കൂറാണ് സോളാർ കമ്മീഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തു. 14 മണിക്കൂറും ചോദ്യവും ഉത്തരത്തിനും ശേഷം എന്താണ് സോളാർ കമ്മീഷൻ ചോദിച്ചത്? അവസാനം ചോദിച്ച ചോദ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി നുണപരിശോധനയ്ക്ക് തയ്യാറുണ്ടോ എന്നാണ്. അതിനർത്ഥം ഈ കേരളത്തിന്റെ ശ്രീമാൻ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, അദ്ദേഹം ഇത്രയും ഈ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കാപട്യത്തിന്റെ വക്താവായിരുന്നു. അഴിമതിയുടെ ഒരു കൂടാരത്തെയാണ് അദ്ദേഹം നയിച്ചിരുന്നത്. ഒരാളോ രണ്ടാളോ അല്ല, അദ്ദേഹം തന്നെ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്നു. തന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും മുന്നിലും പിറകിലും ഓഫീസിനകത്തും നിന്നിരുന്നവർ മുഴുവൻ അഴിമതി ചെയ്ത് ലോക്കപ്പിനകത്ത് കിടക്കുകയാണ്. പക്ഷെ മുഖ്യമന്ത്രി പറയുന്നത്, നാളിതുവരെ പറഞ്ഞത്, ഈ സോളാർ കേസിനെ മാത്രം എടുത്താൽ നാളിതുവരെ അദ്ദേഹം പറഞ്ഞത് എന്താ? എനിക്ക് സരിതയെ അറിയില്ല, ഞാൻ സരിതയെ കണ്ടിട്ടില്ല. 14 മണിക്കൂർ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 വട്ടം സരിതയെ കണ്ടുവന്നായല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത്, കേരളത്തിന്റെ ഈ ഭരണകൂടത്തെ, ഈ അഴിമതി നിറഞ്ഞ ഭരണകൂടത്തെ ഇന്ന് മുന്നോട്ട് അവർ പോകുന്നുണ്ടെങ്കിൽ അത് പോകാനുള്ള പ്രധാന കാരണക്കാർ ഈ കേരള നിയമസഭയ്ക്കകത്തിരിക്കുന്ന പ്രതിപക്ഷ കക്ഷിയാണ്. ശരി, അതാണ് ആരോപണം. അതിന് പ്രതിപക്ഷത്തിന്റെ മറുപടി ശ്രീ പി ശ്രീരാമകൃഷ്ണൻ എം.എൽ.എ നൽകും. അതിനു മുൻപ് ശ്രീ എൻ ഷംസുദ്ദീൻ, പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്ന അവസാന ദിവസം വരെയും ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകും എന്ന് സർക്കാരും മുഖ്യമന്ത്രിയും ഊറ്റം കൊള്ളുമ്പോഴും മുൻപ് ഒരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിസഭയും കേൾക്കാത്ത ആരോപണങ്ങൾ ഏറ്റുകൊണ്ടാണ് നിങ്ങൾ നാളെ നിയമസഭയിലേക്ക് പോകുന്നത്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒപ്പം സമാന്തരമായി പുറത്ത് പ്രതിപക്ഷത്തിൻ്റെ വലിയ പ്രതിഷേധം നടക്കാൻ പോകുന്നു. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് വഴിയിലിറങ്ങി നടക്കാൻ കഴിയുന്നില്ല. വെളിപ്പെടുത്തൽ ബോംബുകൾ നാളെയും ഉണ്ടാകും. എങ്ങനെയാണ് ഇതിനെയൊക്കെ നേരിടാൻ പോകുന്നത്? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, പാർലമെൻ്ററി ജനാധിപത്യത്തിലുള്ള ഒരു രാജ്യത്ത് ആരോപണങ്ങളും അതുപോലെ തന്നെ സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളുമൊക്കെ നിയമാനുസൃതമായി ഒരു നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതിനുള്ള ചില ചട്ടവട്ടങ്ങളുണ്ട്. നമ്മളൊരു നാഗരിക സമൂഹമാണല്ലോ. അത് കാലങ്ങളായി എല്ലായിടത്തും അനുവർത്തിച്ച് വരുന്നതുമാണ്. അതാത് കാലത്തെ പ്രശ്നങ്ങൾ, മന്ത്രിമാർക്കെതിരായ ആരോപണങ്ങൾ, ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പൊതുവിലുള്ള ആരോപണങ്ങൾ, ഇതൊക്കെ ഉന്നയിക്കാറുണ്ട്. മന്ത്രിമാർക്ക് അതിന് മറുപടി പറയാനും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആരോപണം ഉന്നയിക്കാനും അതിന് വിശദീകരണം കൊടുക്കാനൊക്കെ ഉള്ള ഒരു രീതിയുണ്ട്. അത് ഇവിടുത്തെ പ്രതിപക്ഷം അതെല്ലാം വിസ്മരിച്ച്
ആരൊക്കെയോ നയിക്കുന്ന ചില പബ്ലിസിറ്റി സ്റ്റണ്ടുകളുടെ പിന്നാലെ പോവുകയാണ്. ഈ രീതിയിൽ പോയാൽ ജനാധിപത്യത്തിനാകമാനം ഇത് അപമാനമാണ്, ജനപ്രതിനിധികൾക്കാകമാനം ഇത് അപമാനമാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനം നടത്തരുത് എന്ന് ഗവർണറോട് പോയി പറയുന്ന പ്രതിപക്ഷത്തിന് അറിയാം ഇത് നിയമാനുസൃതമല്ല, ഗവർണർ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. എന്തൊരു പ്രാധാന്യമാണ് നമ്മുടെ മാധ്യമങ്ങൾ അതിന് കൊടുത്തത്, എന്തൊരു വങ്കത്തരമാണ് ഈ പോയി പറയുന്നത്. ഒരു രാജ്യത്തൊരു നിയമസഭയുണ്ടെങ്കിൽ അതിനൊരു മന്ത്രിസഭയുണ്ടെങ്കിൽ ആ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കേണ്ടത് ഗവർണറുടെ ഉത്തരവാദിത്വമാണ്. മന്ത്രിസഭ അതിനു വേണ്ടി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് വിളിച്ചു ചേർക്കണം. വിളിച്ചു ചേർക്കുമ്പോൾ അതിൻ്റെ ആദ്യ ദിവസം, ഒരു വർഷത്തെ ആദ്യ ദിവസം അവിടെ ചെന്ന് ആ ഗവൺമെൻറ്റിൻ്റെ, അത് ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ, ഗവർണർ പറയുക എൻ്റെ സർക്കാർ എന്നാണ്, മൈ ഗവൺമെൻറ് എന്നാണ് പറയുക. അത് പറയാന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷനാണ്, ഭരണഘടനാപരമായ ബാധ്യതയാണ്. അത് നിർവഹിക്കേണ്ടെന്ന് പോയി പറയുമ്പോൾ ഇവർക്ക് തന്നെ അറിയാം ഇത് നിൽക്കാത്ത കാര്യമാണ്, ഇത് പറഞ്ഞിട്ട് കാര്യമില്ലാത്ത. അതിലൊരു രാഷ്ട്രീയ സന്ദേശം കൊടുക്കുക എന്നുള്ളതല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ. തുടരുക. ശ്രീ പി ശ്രീരാമകൃഷ്ണൻ, 13ാം നിയമസഭയുടെ അവസാനത്തെ സമ്മേളനമാണ് നാളെ ആരംഭിക്കാൻ പോകുന്നത്. അത് ഉടനീളം സംഘർഷഭരിതമാകുമോ? നയപ്രഖ്യാപന പ്രസംഗം നടത്തരുത് എന്ന് ഗവർണറോട് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ അടുത്ത വെള്ളിയാഴ്ച ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് റോഡിലിറങ്ങി നടക്കാൻ കഴിയുന്നില്ല. എന്താണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്? അല്ല, പ്രതിപക്ഷം പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിക്കുന്നില്ല. പ്രതിപക്ഷം ഉദ്ദേശിച്ചത് കൊണ്ടുണ്ടായ കാര്യങ്ങളല്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഷംസുദ്ദീൻ പറയുമ്പോൾ വളരെ കൗതുകവും സഹതാപവുമാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം ഇവിടെ പറയുന്നത് കേട്ടു, നിയമസഭയിലും പാർലമെൻ്ററി സംവിധാനങ്ങളിലുമൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാനുള്ള ഒരു കൺവെൻഷണൽ രീതിയുണ്ട്, ആ രീതിക്കനുസരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അതായത് ഞങ്ങൾ എന്ത് തോന്നിവാസവും കാണിക്കും, എന്ത് അസംബന്ധവും കാണിക്കും. ആ അസംബന്ധമൊക്കെ കാണിച്ചാൽ നിങ്ങളിവിടെ സൗമ്യമായി കാര്യങ്ങൾ പറഞ്ഞ് അവിടെ മിണ്ടാതിരുന്നാൽ മതി, പറയാനുള്ള പ്രൊട്ടസ്റ്റ് കാണിച്ചിരുന്നാൽ മതി എന്നാണ്. ഇവിടെ ഗവർണറോട് നയപ്രഖ്യാപനം നടത്തരുതെന്ന് പറയുന്നതിൻ്റെ പുറകിലുള്ള ധാർമ്മികമായ സംഗതി എന്താ? ഈ ഗവൺമെൻറ്റിനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് മറ്റേതെങ്കിലും സ്ഥലത്ത് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇതിന് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണല്ലോ പോയിട്ട് 10-14 മണിക്കൂർ നേരം വിചാരണയ്ക്ക് വിധേയനായത്. ആ വിചാരണയ്ക്ക് വിധേയനായതിൻ്റെ പുറകിൽ തെളിവുകളുടെ ഒരു കൂമ്പാരം ഇങ്ങനെ വന്ന് കുമിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസവും. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും അഴിമതി എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്രയെ മാറിയിരിക്കുന്നു. അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട വ്യക്തികൾ അത് ആക്ഷേപമായിട്ട് വരുന്ന സാഹചര്യത്തിൽ കോടതിയുടെ പരാമർശങ്ങൾ നമ്മൾ ഒഴിഞ്ഞു മാറി നിന്ന് അന്വേഷണത്തെ നേരിടലുമൊക്കെ കേരളത്തിൽ ഇതിന് മുൻപുണ്ടായിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ഗവൺമെൻറ് മൊത്തത്തിൽ എല്ലാ മന്ത്രിമാരും, ഒരാളെ മാറ്റി നിർത്താൻ പറ്റില്ല, പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് അഴിമതിയുടെ ഒരു പ്രതീകമായി കേരളത്തിലെ ഈ സംസ്ഥാന മന്ത്രിസഭ മാറിയിരിക്കുന്നു. അതിൽ രാജിവെച്ചതിന് ശേഷം നാടകം നടത്തിയിട്ട് അവരെ തിരിച്ചുകൊണ്ടുവരുന്നു. ഒരു മന്ത്രിയുടെ അഴിമതി കണ്ടുപിടിച്ച് അത് രാഷ്ട്രീയമായി നിങ്ങൾക്ക് ഉന്നയിക്കാവുന്ന ആക്ഷേപങ്ങൾ തന്നെയാണ് ശ്രീ പി ശ്രീരാമകൃഷ്ണൻ. പക്ഷേ അതിനുള്ള മുഖ്യമന്ത്രിയുടെ കൃത്യമായ മറുപടി ഇതൊക്കെ പൊതുസമക്ഷത്തിൽ ഉണ്ടല്ലോ, 2 മാസം കൂടി കാത്തിരിക്കാമല്ലോ എന്നാണ്. ജനങ്ങൾ ഇക്കാര്യത്തിൽ വിധി എഴുതാൻ പോവുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങൾ ഇതിനെ കായികമായി നേരിടും എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഇന്ന് മുഖ്യമന്ത്രിക്ക് തൃശ്ശൂരിൽ 6 പരിപാടികൾ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം പോയില്ല, അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ ബന്ദിയാക്കിയത് കൊണ്ട് എന്താണ് കാര്യം? അല്ല, കായികമായി നേരിടും, മുഖ്യമന്ത്രിയെ ആക്രമിക്കും, അദ്ദേഹത്തെ മർദ്ദിക്കുമെന്നൊന്നും ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ആരാ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ പ്രതിഷേധ പ്രകടനം നടത്തുകയും അവിടെ പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യല്ലാതെ ഞങ്ങൾ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടോ? ആ പ്രതിഷേധ പ്രകടനം നടത്തിയ ആളുകളുടെ തലതല്ലി പൊട്ടിക്കുകയാണ്. എന്താവരെല്ലാം ചെയ്തത് ഞാൻ കണ്ട. ആരാക്രമിച്ചു? ഏതാക്രമിച്ചു? ആരാല? ഷംസുദ്ദീനോട് പറയാൻ നിൽക്കട്ടെ, നിങ്ങൾ കരിപ്പൂർ എയർപോർട്ടിന് മുകളിൽ കൊടിയെട്ടിയ ആൾക്കാരാണ്. നിങ്ങളുടെ മര്യാദയെക്കുറിച്ചൊന്നും പറയണ്ട. മാധ്യമ പ്രവർത്തകരെ മുഴുവൻ ആക്രമിച്ചിട്ട് നിങ്ങളുടെ പാർട്ടിയുടെ ആ ആക്ഷേപം കൊണ്ടുവന്നൊരു രാഷ്ട്രീയ പാർട്ടികൾ പോലും ആയിരുന്നില്ല, മാധ്യമങ്ങളായിരുന്നു. ആ മാധ്യമ പ്രവർത്തകരെ ആട്ടി ഓടിച്ചിട്ട് കരിപ്പൂരിലെ നാഷണൽ എയർപോർട്ടിന്റെ മുകളിൽ പോയിട്ട് നിങ്ങൾ പറയുമ്പോൾ ഞാൻ സംസാരിച്ചിരുന്നില്ല. അങ്ങനെ പറയരുത്. അതുകൊണ്ട് അതെ, അതാ മാന്യത. നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നല്ലോ. ഇവിടെ സമാധാനപരമായിട്ട് ജനങ്ങളുടെ
വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയ ആളുകളോട് നിങ്ങളുടെ ഗവൺമെന്റും പോലീസും കാണിച്ചത് ഞങ്ങളല്ല ആക്രമിച്ചത്, ഞങ്ങൾ ആരെയും ആക്രമിക്കുന്നു പറഞ്ഞിട്ടില്ല. ശക്തമായ പ്രതികരണം ഉണ്ടാവും, അത് ഞങ്ങളുടെ ചുമതലയാണ്. ശരി, ആ റോളാണ് പ്രതിപക്ഷം നിർവഹിക്കുന്നത് എന്നുള്ളതാണ് ആ കാര്യത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്. തുടരുക ശ്രീമതി ബിന്ദു കൃഷ്ണ. ഒരു നിമിഷം ഷെയ്ൻ ഷംസുദ്ദീൻ, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീമതി ബിന്ദു കൃഷ്ണ, നോക്കൂ, നാളെ ഗവർണർ സർക്കാരിന്റെ നയപ്രഖ്യാപനം നടത്തുമ്പോൾ ഇവിടെ കൊച്ചിയിൽ സോളാർ കമ്മീഷനിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള തെളിവുകൾ ഹാജരാക്കും എന്നാണ് ഒരു തട്ടിപ്പ് കേസിലെ പ്രതി അവകാശപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാധ്യത കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം കൂടി തീർച്ചയായും മുൻകൂട്ടി കാണുന്നുണ്ടാകുമല്ലോ. ഈ സർക്കാരിലെ മറ്റ് 4 മന്ത്രിമാർക്കെതിരെ തീവ്രമായ അഴിമതി ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന് ഉപോത്ബലകമായി പാർട്ടി ഇക്കാര്യങ്ങൾ മൂടിവെക്കാൻ ശ്രമിക്കുന്ന തെളിവുകൾ ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ഇങ്ങനെ അങ്ങേയറ്റം പരുങ്ങലിലായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നിങ്ങൾ നിയമസഭയെ നാളെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്, അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്നുള്ളതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമല്ലേ? എന്തുകൊണ്ടാണ് പാർട്ടി എന്നുള്ള നിലയിൽ ഇക്കാര്യത്തിൽ അഴിമതി ആരോപിതരായ ആളുകൾ അവർ സ്വയം വിശദീകരിക്കട്ടെ, പാർട്ടി അതിനെ പിന്തുണയ്ക്കാനോ സംരക്ഷിക്കാനോ ഇല്ല എന്ന നിലപാട് സ്വീകരിക്കാത്തത്? ശ്രീ അഭിലാഷ്, ഒരു സംശയവും വേണ്ട, കേരളത്തിലെ UDF ഗവൺമെന്റിന്റെ നിലപാട് ഒട്ടും പരിങ്ങലിലല്ല. വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഞാൻ ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് തന്നെ സൂചിപ്പിച്ചതുപോലെ കേരള സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്ത് ഒരിക്കലും കേട്ടുകേഴ്വിയില്ലാത്ത നിലയിലേക്ക് തട്ടിപ്പുകാരുടെയും കൊലപാതകളുടെയും വാക്കുകൾക്ക് പിന്നാലെ കേരളത്തിലെ CPM നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനവും BJPയും പോകുന്ന ഗതികേടിന്റെ പാരമ്യതയിൽ നിൽക്കുന്ന സമയത്ത് എന്തിന് അത്തരം ആളുകളെ ആശ്രയിച്ച് മാത്രം രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ട ഗതികേടിലേക്ക്, ആശയ ദാരിദ്ര്യത്തിലേക്ക് ഈ പ്രസ്ഥാനങ്ങൾ മാറിപ്പോയി എന്ന് പൊതുജനങ്ങളോട് അവർ മറുപടി പറയട്ടെ. പിന്നെ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു വളരെ സമാധാനപരമായി നടത്തുന്ന സമരങ്ങളൊക്കെ ഗവൺമെന്റ് അടിച്ചമർത്തുന്നു എന്ന്. കോവളത്ത് TP ശ്രീനിവാസനെ പോലെയുള്ള പരിണതപ്രജ്ഞരായ കേരളത്തിൽ അഭിമാനമായ വ്യക്തിത്വങ്ങളെ അടിച്ച് തല്ലി താഴെ ഇടുന്നത് കേരളം കണ്ടതാ. പോലീസിനെ തിരുവനന്തപുരത്തും കോഴിക്കോടും അടക്കം അടിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ജനം കാണുന്നതാ. ഉമ്മൻചാണ്ടി സാറിനെ വഴിയിൽ തടയുമെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയിലെ ഏതൊരു പൗരനും, മുഖ്യമന്ത്രിയൊക്കെ മാറി നിൽക്കട്ടെ, ഒരു വ്യക്തി എന്ന നിലയിൽ, പൗരൻ എന്ന നിലയിൽ അനുവദിച്ചു കൊടുത്തിട്ടുള്ള പ്രാഥമികമായ മൗലികമായ അവകാശമാണ് സഞ്ചാര സ്വാതന്ത്ര്യം. ആ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കില്ല എന്ന് CPMന്റെ ഉന്നതരായ നേതാക്കന്മാർ പറയുമ്പോൾ അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുന്ന നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇനിയും അതിൽ നിന്ന് മാറാൻ തയ്യാറാകില്ല എന്ന സന്ദേശമല്ലേ നൽകുന്നത്? അക്രമ രാഷ്ട്രീയമായിരിക്കും കോൺഗ്രസ് പ്രതിരോധത്തിനായി എടുത്തണയുന്ന പടച്ചട്ട എന്നുള്ളത് വ്യക്തമാണ്. ശ്രീ ഷംസുദ്ദീൻ, ഇക്കാര്യത്തിൽ ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരോപണങ്ങളാണ് വരുന്നത്. എന്തിനാണ് മുസ്ലിം ലീഗിനെ പോലെയുള്ള പാർട്ടി ഇതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് ഒരു പ്രതിരോധമായി പ്രതിപക്ഷത്തിന് മുന്നിൽ നിൽക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ കേരള യാത്ര നടത്തി വഴിനീളം ഇത്തരം കാര്യങ്ങളെ വിശദീകരിച്ചു പോകുന്നു. അതുപോലെ തന്നെ നാളെ നിയമസഭയിൽ, നാളെ മുതൽ അങ്ങോട്ട് നിയമസഭയുടെ ഫ്ലോറിലും വിശദീകരിക്കുമായിരിക്കും. ഇതിനൊക്കെയുള്ള എന്ത് ബാധ്യതയുണ്ട്? അല്ല, അങ്ങനെ ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ. ഇവിടെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊരു പ്രസക്തിയുമില്ല. ഈ ഞങ്ങളുടെ മുന്നണിക്കെതിരെ വരുന്ന ആരോപണങ്ങളെ അതിനെ നേരിടാൻ മുസ്ലിം ലീഗ് പാർട്ടി ആ കാര്യത്തിൽ രാഷ്ട്രീയ സത്യസന്ധത തന്നെയാണ് പുലർത്തുക. പിന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ, ഈ തെരുവുകളിൽ മുഴുവൻ അക്രമമാണ് നടത്തുന്നത്. ഇതിനെയല്ലല്ലോ പ്രതിഷേധം എന്ന് പറയുക. നിയമസഭക്കകത്തായാലും ഇതിനു മുമ്പ് എന്തെല്ലാം രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വന്നിട്ടുണ്ട്. നിയമസഭയിലെ കസേര ഇളക്കി വലിച്ചെറിയുക, സ്പീക്കറെ ചെയറെടുത്ത് താഴോട്ടിടുക, അവിടെ മുഴുവനും കമ്പ്യൂട്ടറുകൾ അടിച്ചു പൊളിക്കുക. ഇതാണോ പ്രതിഷേധം? ഒരു മാതൃകയാണോ ഈ കാണിച്ചു കൊടുക്കുന്നത്? അതിൽ ശ്രീരാമകൃഷ്ണൻ അഭിമാനിക്കുന്നുവെങ്കിൽ അഭിമാനിച്ചോട്ടെ. ഞങ്ങൾക്ക് കേരളീയ സമൂഹം അത് വിലയിരുത്തിയാൽ മതി. ഇത് ചെയ്തവരെയും ഇത് കാണിക്കുന്ന പ്രസ്ഥാനങ്ങളൊക്കെ കേരളീയ സമൂഹം, ഈ വളർന്നു വരുന്ന ചെറുപ്പക്കാർ അത് വിലയിരുത്തിയാൽ മതി. പിന്നെ ട്രഡീഷണൽ രീതിയിലാണോ പ്രതിഷേധിക്കാന്ന് വെച്ചു. ട്രഡീഷണൽ അല്ലാതെ പുതിയ രീതിയിൽ പറ്റുമോ? നമ്മൾ ഈ രാജ്യത്തൊരു നിയമാനുസൃതം ജീവിക്കുന്നവരല്ലേ. ഇവിടെ നിയമവും ലോ ആൻഡ് ഓർഡറും അത് പാലിക്കുന്നതിനുള്ള കോടതിയും സംവിധാനമൊക്കെ ഉണ്ട്. ഇതൊന്നും പാലിക്കാതെ അതിനാണ് ഒരു നാഗരിക സമൂഹം എന്ന് പറയുന്നത്. നിയമം ആർക്ക് വേണ്ടിയാണ്? കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ ഓർമ്മകളാണ് ഇപ്പോൾ ഷംസുദ്ദീൻ അയവിറക്കുന്നത്. അതിനേക്കാൾ ശക്തമായ ആരോപണങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ആയുധമായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിനെ കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ ഉപയോഗിച്ചതുപോലെ ഈ പറഞ്ഞ മാതിരി ഉപയോഗിക്കാനാണോ പദ്ധതി? നിയമസഭ ശക്തമായ വികാരങ്ങൾ പ്രതിഫലിപ്പിക്കേണ്ട ഒരു ഡിബേറ്റിംഗ് ഹൗസാണ്.
ആ നിലയിൽ തന്നെയാണ് ഞങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ജനാധിപത്യത്തിൽ ഡിബേറ്റിംഗ് ഹൗസിൻ്റെ മാന്യതയും മര്യാദയും അതിനോടുള്ള കൂറും ധാർമ്മികതയും പുലർത്താൻ തയ്യാറില്ലാത്ത സമീപനം തുടർച്ചയായി സ്വീകരിക്കുമ്പോൾ ചിലപ്പോൾ വ്യതിയാനങ്ങൾ ഉണ്ടാകും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉപയോഗപ്പെടുത്തിയിട്ട് അവിഹിത ഏർപ്പാടുകളുടെ ഒരു കേന്ദ്രമായിട്ട് ഗൂഢസംഘങ്ങൾക്ക് സ്വൈരവിഹാരം നടത്താനൊരു കേന്ദ്രമായിട്ട് അത് മാറുമ്പോൾ അദ്ദേഹം പറയുന്നതെല്ലാം കളവുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പറയുന്ന എല്ലാവർക്കും മനസ്സിലാകാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് പോരിൻ്റെ കാര്യത്തിൽ പോലും ഒന്നാന്തരം കളവല്ലെന്നേ പറഞ്ഞത്. ആ പറഞ്ഞ കളവ് നിങ്ങൾ തന്നെയല്ലേ എന്നേ പുറത്ത് കാണിച്ചത്. കഴിഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കരുണാകരൻ്റെ രാജി ഞാൻ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല എന്ന് മാധ്യമപ്രവർത്തകരോട് ഇന്നലെ വിളിച്ചു പറയുന്നത് നമ്മളെല്ലാവരും കണ്ടില്ലേ. ആ വാർത്ത നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തതിൻ്റെ തൊട്ട് പിറകെ വർഷങ്ങൾക്ക് മുമ്പ് 95 അദ്ദേഹം തന്നെ പറഞ്ഞിരുന്ന വാക്കുകൾ ദൃശ്യമാധ്യമങ്ങളുടെ ഫയലിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ കാണിച്ചില്ലേ, റിപ്പോർട്ടർ കാണിച്ചില്ലേ. അപ്പോൾ കളവുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ചോദിച്ചു, 27-ാം തീയതി ഡിസംബർ മാസം 27-ാം തീയതി അല്ലേ അങ്ങ് ഡൽഹിയിൽ പോയത്, അങ്ങ് എങ്ങനെയാണ് 29 എന്ന് പറയുന്നത്? അദ്ദേഹം അതിമ ഉറച്ചു നിന്നു. ഞാനത് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ മുമ്പിൽ തെളിവ് കൊടുത്തു. ഡിസംബർ മാസം 27-നാണ് പോയത്. അന്നാണ് വികസന സമിതി യോഗം ചേർന്നത്. അന്നാണ് സരിതയുമായിട്ട് വിജ്ഞാൻ ഭവനിൽ വെച്ച് കൂട്ടിമുട്ടിയത്. അവിടെയാണ് സംസാരിച്ചത്. കമ്മീഷൻ ഇത് പിന്നീട് ഇദ്ദേഹത്തെ വിചാരണ ചെയ്തപ്പോൾ ചോദിച്ചു, മുഖ്യമന്ത്രിയോട് ചോദിച്ചു, അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ എന്താണ് സത്യം? നിയമസഭയിൽ അദ്ദേഹം നുണ പറയല്ലേ ചെയ്ത്, കളവ് പറയല്ലേ? ആ പറഞ്ഞ കളവ് കളവാണെന്ന് തിരുത്താൻ വേണ്ടി തയ്യാറുള്ള രേഖകളില്ലേ? ശരി, അത് തീർച്ചയായും സഭാ സമ്മേളനത്തിലെ ഒരു വിഷയമായിരിക്കും. എന്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ന്യായമായും പ്രതിപക്ഷം തുടരുക. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇവിടെ പ്രതിപക്ഷം കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ കാണിച്ച വീറ് കാണിച്ചാൽ ഇതാ ഇവർ ഗുണ്ടകളെ പോലെ പെരുമാറുന്നു, ഇങ്ങനെയൊക്കെയാണോ ഒരു സഭാതലത്തിൽ പെരുമാറേണ്ടത് എന്ന ചോദ്യം നിങ്ങൾ ഉന്നയിക്കും. അത് അവരെ സംബന്ധിച്ച് ആക്ഷേപമാണ്. ഇനി അങ്ങനെ അല്ല പെരുമാറുന്നതെങ്കിൽ ഇതാ ഇടതുപക്ഷവും ഭരണമുന്നണിയും തമ്മിൽ ഒത്തുകളിക്കുന്നു, ഇത് ഒത്തുകളി സമരമാണ് എന്ന് ആക്ഷേപിക്കും. നിങ്ങളെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച് നിയമസഭയിൽ ഇടമില്ലാത്ത ഒരു പാർട്ടിയാണ്. അതേ സമയത്ത് പുറത്ത് വേരുകളുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ സർക്കാരിനെ അലോസരപ്പെടുത്തുന്ന തരത്തിലൊരു സമരം നടത്താൻ സാധിക്കാത്തത്? അല്ല, ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന പരിപാടികളും സമരങ്ങളും ഒക്കെ എത്രമാത്രം കേരളത്തിലെ മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ നമ്മളെ എല്ലാവരെയും നിരീക്ഷിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഞാൻ അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് കടക്കുന്നില്ല, ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷെ പ്രശ്നം ഇപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിന് ഈ വിഷയം തെളിയണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ പശ്ചിമ ബംഗാളിലെ പ്രധാനപ്പെട്ട 5 കേസുകൾ CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പശ്ചിമ ബംഗാളിലെ CPIM മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോ ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ സ്വതന്ത്ര ഏജൻസി പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണകൂടത്തിന്റെ കേസുകൾ അന്വേഷിക്കണമെന്ന് അവിടെ ആവശ്യപ്പെടുകയും ഇവിടെ നവകേരള മാർച്ച് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സഖാവ് പിണറായി ഈ സോളാർ കേസ് CBI അന്വേഷിക്കണ്ട എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് ഒത്തുതീർപ്പ് രാഷ്ട്രീയം എന്ന് ഞങ്ങൾ പറയുന്നത്. ഇത് പറയുമ്പോൾ കുറച്ചു നാളുകൾ പിറകിലേക്ക് പോകേണ്ടി വരും. ഇതെന്തുകൊണ്ട് പറയുന്നു? 374 കോടി രൂപയുടെ ലാവലിൻ കേസ് അത് നടന്നിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഗൂഢാലോചനകളും ഒത്തുതീർപ്പുകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ കാല യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഏത് കേസിനെ കുറിച്ച് പറയണം? ചക്കിട്ടപ്പാറ ഖനനം നടന്നു, മലബാർ സിമന്റ്സിനകത്ത് അഴിമതി നടന്നു. എത്ര അഴിമതി കേസുകൾ നമുക്ക് കേരളത്തിൽ എണ്ണി പറയാനുണ്ടെങ്കിൽ ഇരു മുന്നണികൾക്കകത്തും അമ്പു കൊള്ളാത്ത ആളുകളുടെ എണ്ണത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അവിടെയാണ് വിഷയം. അവിടെ ഇത് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ഇപ്പൊ ഈ അവസാന ഘട്ടത്തിൽ ഇത്രയും തീവ്രമായ ഒരു സമരം നടത്തുമെന്ന് പറയുന്ന ഈ CPIMന്റെ നേതൃത്വം നാളിതുവരെ എവിടെയായിരുന്നു? അപ്പൊ ഇന്ന് കേരളത്തിന്റെ ഭരണകൂടത്തിൽ കേരള മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അതിശക്തമായി സമരം നടത്താൻ സാധിക്കുന്ന, നിയമസഭയിൽ മാത്രമല്ല നിയമസഭയുടെ പുറത്ത് അതിശക്തമായി സമരം നടത്താൻ സാധിക്കുന്നവർ തന്നെ തിരുവനന്തപുരത്ത് ഈ സോളാർ കേസ് അട്ടിമറിച്ചു കൊടുത്തതും സമരം അവസാനിപ്പിച്ചതും അതിന് പറഞ്ഞ ന്യായീകരണങ്ങളും കാരണങ്ങളും ഈ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. അപ്പൊ ഇവിടെ വിഷയം ഞങ്ങൾ അതാണ് ഉന്നയിക്കുന്നത്. ഞങ്ങൾ കോടതിയിൽ പോകും. ഇപ്പൊ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് കാര്യമാണ്. ഒരു കേസ് CBI അന്വേഷിക്കണമെങ്കിൽ കേരളത്തിന്റെ ഭരണകൂടം തയ്യാറാകണം, ഒന്ന്. അതല്ലെങ്കിൽ കോടതി അതിനെക്കുറിച്ച് പരാമർശിക്കണം. ഇവിടെ ഈ പ്രതിപക്ഷത്തിന്റെ റോൾ ഇങ്ങനെയാണ് കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ കോടതിയെ സമീപിച്ച് അല്ലെങ്കിൽ ഡൽഹിയിൽ ഒരു പരാതി രജിസ്റ്റർ ചെയ്യിപ്പിച്ച് ഈ വിഷയം CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കും എന്നുള്ളതായിരിക്കാം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്നത്. തുടരുക. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇവിടെ 2 മാസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന് എന്നുള്ളത് അങ്ങേയറ്റം പ്രധാനമാണല്ലോ. സർക്കാരിനെ സംബന്ധിച്ച്
ഈ അവസാന ഘട്ടത്തിൽ അഭിമാനമായി പറയാൻ കുറേ കാര്യങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അതിലിപ്പോൾ കൊച്ചി മെട്രോ ഉണ്ടാകാം, കണ്ണൂർ വിമാനത്താവളം ഉണ്ടാകാം, സ്മാർട്ട് സിറ്റി ഉണ്ടാകാം. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ഘോഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമല്ലേ? സർക്കാരിനെ സംബന്ധിച്ച് നേട്ടത്തെക്കുറിച്ച് വാതുറക്കാൻ പറ്റാത്ത അവസ്ഥയില്ലേ? ഈ സർക്കാർ ചെയ്തിട്ടുള്ള വികസന നേട്ടങ്ങളും സാമൂഹ്യക്ഷേമ പദ്ധതികളും എണ്ണി പറഞ്ഞുകൊണ്ടാണ് സർക്കാരിൻ്റെ സംവിധാനവും പാർട്ടി സംവിധാനവും, ഞാൻ ഇപ്പോൾ ഈ ചർച്ചയിലേക്ക് വരുന്നത് ജനരക്ഷാ യാത്രയിൽ നിന്നാണ്. ആ യാത്രയിൽ ഉടനീളം ഞങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് സംവദിക്കുന്നത് ജനകീയ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ തന്നെയാണ്. പ്രതിപക്ഷം സരിതയുടെയും ബിജു രമേശിന്റെയും സോളാറിന്റെയും ഒക്കെ പുറകെ പോകുമ്പോൾ ഞങ്ങൾ ഈ സംസ്ഥാനത്തെ വികസനോന്മുഖമായി മുന്നോട്ട് നയിക്കുന്ന തിരക്കിലാണ് ഈ ഗവൺമെന്റ്, അല്ലാതെയല്ല. ഇവിടെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ സൂചിപ്പിക്കുകയുണ്ടായല്ലോ, 374 കോടി രൂപ സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് അടിച്ചു മാറ്റിയ കേസിൽ CBI ഒരു അപ്പീൽ കൊടുത്തിട്ട്, ഒരു ഹർജി കൊടുത്തിട്ട്, ഇത്രയും കാലമായിട്ടും അതൊന്ന് തൊടാൻ വേണ്ടി അല്ലെങ്കിൽ ഹർജി ഒന്ന് പുഷ് ചെയ്ത് പെട്ടെന്ന് കേൾപ്പിക്കാൻ വേണ്ടി ഒരു നടപടി എന്തുകൊണ്ട് നിങ്ങളുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ടില്ല? ലാവ്ലിൻ കേസിൽ CPM-ന്റെമായിട്ട് ലാവ്ലിൻ കേസിലല്ല, ഒരു കാര്യത്തിലും ഒരു ഒത്തുതീർപ്പിനും കോൺഗ്രസ് ഗവൺമെന്റോ കോൺഗ്രസ് പാർട്ടിയോ തയ്യാറായിട്ടില്ല. ഇത് ഒത്തുതീർപ്പിനെ കുറിച്ചൊക്കെ പറയാം. ജയകൃഷ്ണൻ മാസ്റ്റർ വധക്ക് അല്ല, ഒരു അല്പം മാന്യത കാണിച്ചാൽ കൊള്ളാം. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ ഇടക്കേറി സംസാരിക്കുന്നില്ല. അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് എന്റെ അവസരം എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ വധത്തെ സംബന്ധിച്ച് CBI അന്വേഷണം നടത്തണമെന്ന് ഘോരം വാദിച്ച നിങ്ങളുടെ നേതാക്കന്മാർ, നിങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അതിന് തയ്യാറായിട്ടുണ്ടോ? തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഹൈക്കോടതിയിൽ ഹർജി കൊടുത്ത ജയകൃഷ്ണൻ മാസ്റ്ററുടെ അമ്മയെ കൊണ്ട് ഹർജി പിൻവലിപ്പിച്ച കഥയടക്കം കേരളത്തിലെ ജനത കണ്ടു. എന്തിനേറെ പറയുന്നു, അന്താരാഷ്ട്ര ഇറ്റാലിയൻ ആയുധ വ്യാപാരിയെ ക്രിസ്ത്യൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച അന്താരാഷ്ട്ര കോടതിയിൽ ഉന്നയിച്ച ആരോപണമുണ്ടല്ലോ, കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് സോണിയ ഗാന്ധിയുടെ പേര് പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിർബന്ധിച്ചു എന്ന് പറയുമ്പോൾ എന്ത് അധപ്പതനത്തിലേക്കാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പോകുന്നത് എന്ന് ഈ കേരളത്തിലെ മാത്രമല്ല ഈ രാജ്യത്തെ ജനസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ശ്രീരാമകൃഷ്ണൻ പറയുന്നു, കേരളത്തിലെ ഗവൺമെന്റിനെ ഈ രീതിയിൽ മുന്നോട്ട് ഞങ്ങള് നിയമസഭയില് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ, ബഡ്ജറ്റ് സമ്മേളനം എന്ന നിലയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുക ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ബഡ്ജറ്റ് സമ്മേളനത്തെ തർക്കത്തിലും സമ്മേളനം മുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, എതിരാളികളോടുള്ള അസഹിഷ്ണുത, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്കെതിരെയുള്ള ആയുധങ്ങൾ. എനിക്ക് 2 മിനിറ്റ് സമയം തരണം. കാരണം ഇവരെല്ലാവരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പല ചർച്ചകളിലും ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ബിന്ദു കൃഷ്ണ കുറച്ച് വിടുവായത്വമൊക്കെ പറയുന്ന ആളാണെന്ന് നമുക്കറിയാം. അവരിവിടെ പറയുന്നത് കേട്ടു 10,325 കോടി രൂപ പൊതു ഖജനാവിൽ നിന്ന് അടിച്ചു മാറ്റിയെന്ന്. എന്ത് രേഖയുടെ, എന്ത് തെളിവിൻ്റെ, ഏത് കോടതി വിധിയുടെ, ഏത് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പറയുന്നത്? നിങ്ങളുടെ ഗവൺമെൻറ് നടത്തിയ വിജിലൻസിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ ഭരിക്കുമ്പോൾ നടത്തിയ അന്വേഷണത്തിൽ ഒരു കേസും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. അതിനുശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ബലം പ്രയോഗിച്ച് CBI കൊണ്ട് അന്വേഷിപ്പിച്ചു. CBI വിശദമായി അന്വേഷിച്ചു. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കാതെ നീട്ടിക്കൊണ്ടുപോയി 8 വർഷം ഒരു മനുഷ്യനെ പീഡിപ്പിച്ചു. അവസാനം അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു, നിങ്ങളിത് എന്തെങ്കിലും ഒന്ന് ചെയ്യേ. അവസാനം കോടതിയുടെ മുന്നിൽ വന്നപ്പോൾ ഈ കുറ്റപത്രം എന്ന് പറയുന്ന സാധനം ചത്ത എലിയെ പോലെ ഇങ്ങനെ തൂക്കിയെടുത്തിട്ട് കോടതി പറഞ്ഞു, ഇതിൻ്റെ ഉള്ളിൽ വായിക്കാൻ പോലും കൊള്ളില്ലത്, ഇത് റിപ്പോർട്ട് പോലുമല്ല, ഇത് ഫയലിൽ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തൂക്കി വലിച്ചെറിഞ്ഞു. അങ്ങനെ തൂക്കി വലിച്ചെറിഞ്ഞ് ഉപേക്ഷിച്ച ഒരു കാര്യം 2 കൊല്ലമായിട്ട് 2-2.5 വർഷമായിട്ട് നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങളുടെ ഗവൺമെൻറ് അതിനെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായ ആക്ഷേപങ്ങളും വിമർശനങ്ങളും നിരവധി അഴിമതികളും ബാർ കോഴയും ബഡ്ജറ്റ് കോഴയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങൾ പകരമായി ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ കളിയാണത്. ഒരു കോടതിയിലും ഈ പ്രശ്നം ചർച്ച ചെയ്തിട്ടില്ല. ഇല്ലാത്ത ഒരു എങ്ങനെയാണ് രാഷ്ട്രീയ എതിരാളികളെ നിഗൂഢമായ നീക്കങ്ങളിലൂടെ ആക്രമിച്ച് കീഴടക്കുക എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ലാവ്ലിൻ കേസ്. അതങ്ങനെ ഒരു കേസേ നിലവിലില്ല, അങ്ങനെ ഒരു കേസില്ല, അങ്ങനെ ഒരു ആക്ഷേപവുമില്ല. 157 കോടി രൂപയ്ക്ക് ശ്രീ G. കാർത്തികേയൻ ഒപ്പുവെച്ച കരാറ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ചർച്ചയിൽ 126 കോടിയായി ചുരുങ്ങുകയാണ് ചെയ്തത്. ആകെ ലാവ്ലിൻ കേസ് നടത്തിയ ആരാണ് ഇതിൻ്റെ ഈ എഗ്രിമെന്റ് വെച്ചതെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങളുടെ ഗവൺമെന്റിന്റെ ഊർജ്ജ വകുപ്പാണ് ഒരു നഷ്ടവും ഗവൺമെന്റ് സർക്കാരിന് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് സത്യവാങ്മൂലം കൊടുത്തത്.
അഫിഡവിറ്റ് കോടതി കൊടുത്ത് നിങ്ങളുടെ ഗവൺമെൻറ്റാണ് ഊർജ്ജ വകുപ്പ്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ തുരുപ്പ് ചീട്ടൊക്കെ ചീട്ടുകളിൽ ഇറക്കാറുണ്ട്. പക്ഷേ എന്നും തുരുപ്പിയിട്ട് ഇറക്കരുത്. അതൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ മനസ്സിലാകും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും പറയണ്ട. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു, അവർക്കത് പറയാനുള്ള ഒരു ബാധ്യതയുണ്ട്. കാരണം അവരൊരു പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ നിലപാട് അങ്ങനെയുണ്ട്, അങ്ങനെ പറയാം. ഞങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് സമരം നടത്തി വെറുതെ സമരത്തിൽ നിന്ന് നീറ്റുപോയി എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ മുഖ്യമന്ത്രി വലിയൊരു പ്രഖ്യാപനം നടത്തിയത്. എന്നെക്കുറിച്ചും എൻ്റെ ഞാൻ ഒരു മിനിറ്റ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ നൽകാം. അതിനു മുൻപ് ശ്രീ എൻ ശംസുദ്ദീൻ, നമ്മൾ ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കടുത്ത അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യക്തിപരമായ ആരോപണങ്ങൾ പോലുമാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് പോസിറ്റീവായി ഡിബേറ്റ് ചെയ്യാൻ ഈ 13ാം നിയമസഭയുടെ ലാസ്റ്റ് സെഷന് കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ ജനസമൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ വളരെ പോസിറ്റീവായി ഡിബേറ്റ് ചെയ്യാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ്? അതിൽ പ്രധാനമായും നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ CPMൻ്റെ ഒരു നിലപാടാണ് ഇതിലെ പ്രശ്നം. ഇവർ നിയമസഭയെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിയമസഭാ സമ്മേളനം അങ്ങനെ ചേർന്ന് ബഹളം വെച്ച് പിരിയാന്ന് പറയുന്നതല്ല ശരി. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഒരു പുതിയ നിർദ്ദേശം, ലോ കമ്മീഷൻ പോലും പറഞ്ഞിട്ടുള്ള ഒരു നിർദ്ദേശം, വർഷത്തിൽ 100 ദിവസമെങ്കിലും സഭ സമ്മേളിക്കണമെന്നുള്ളതാണ്. ഇവിടെ ഈ പ്രതിഷേധം എന്ന് പറഞ്ഞ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന സഭാ ദിവസങ്ങൾ കൊണ്ട് ശ്രീരാമകൃഷ്ണനും ഞാനും ഉൾപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പം നമ്മളൊക്കെ സമീപിക്കുന്ന ഒരുപാട് എക്സിക്യൂട്ടീവ് ഓർഡറുകളുടെ ഫലമായി ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് പിന്നെ നിയമനം കിട്ടേണ്ട ഉദ്യോഗാർത്ഥികളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ മുടങ്ങിക്കിടക്കുന്ന വികസന പ്രശ്നങ്ങളുണ്ടാകാം, ചെറിയ തടസ്സങ്ങളുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ ഉന്നയിക്കുന്നതിന് നിങ്ങൾക്ക് രാഷ്ട്രീയമായ കാര്യങ്ങൾ ഉന്നയിക്കാൻ അടിയന്തര പ്രമേയം പോലുള്ള 0 അവറിലെ അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ മണ്ഡല വിഷയങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് സബ്മിഷനുകളുണ്ട്, ചോദ്യോത്തരവേളയുണ്ട്. ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ പോകുമ്പോൾ നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തെ സക്രിയമാക്കേണ്ടതില്ലാതെ പോകുക. ശരി ശരി, അതാണ് അക്കാര്യത്തിലെ വിമർശനം. അതിന് ശ്രീ പി ശ്രീരാമകൃഷ്ണൻ മറുപടി പറയും. അതിനു മുൻപ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഈ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളിൽ താങ്കൾക്ക് എന്തോ ഒരു വിയോജിപ്പുണ്ടായിരുന്നു, എന്തായിരുന്നു അത്? അതായത് കേരളത്തിൽ നിരവധിയായിട്ടുള്ള ഇതുപോലെയുള്ള കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ബ്രഹ്മപുരവും കല്ലടയും ഉൾപ്പെടെയുള്ള പല പദ്ധതികളിലും കോടാനുകോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഇടുകയും ആ എസ്റ്റിമേറ്റ് ഇട്ടതിന് അപ്പുറത്തേക്ക് ആ പണം ഉപയോഗിച്ചിട്ടും ആ പദ്ധതികൾക്കകത്തൊക്കെ അഴിമതി നടന്നിരുന്നു. ഇതെല്ലാം എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത്, എങ്ങനെയാണ് ഇവിടെയൊക്കെ അഴിമതി നടത്തിയത് എന്ന് കണ്ടുപിടിക്കേണ്ട ബാധ്യതയുള്ളത് ഭരണകൂടത്തിനാണ്. പക്ഷെ കാലാകാലങ്ങളായിട്ട് ഭരിച്ചവർ അതിനകത്ത് നടത്തിയിട്ടുള്ള ഒത്തുതീർപ്പിനെ കുറിച്ച് ഞങ്ങൾ സൂചിപ്പിച്ചു. ലാവലിന്റെ കാര്യം ഞാൻ ചോദിക്കട്ടെ, 3 താപവൈദ്യുത നിലയങ്ങൾക്ക് 10,000 മെഗാവാട്ട് വൈദ്യുതി അധികം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലാവലിൻ കരാർ ഉണ്ടാക്കിയത്. ഇത് വെറും കടലാസല്ല. അങ്ങനെയൊന്നുമില്ല. ഒന്ന് ജലവൈദ്യുത നിലയങ്ങളാണ്. അതിന് ആകെപ്പാടെ സ്ഥാപിത ശേഷി 3നെയും കൂടെ കൂട്ടിയാൽ പോലും 100 മെഗാവാട്ടിൽ താഴെ വരികയുള്ളൂ. നമ്മൾ അതിന്റെ വിശദമായ ചർച്ചയിലേക്ക് പോകാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. ശ്രീ പി ശ്രീരാമകൃഷ്ണൻ, പിന്നീട് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ ലാവലിൻ എന്ന് പറയുന്ന കാനഡയിലെ ഒരു കറക്ക് കമ്പനിയുമായി കരാറുണ്ടാക്കിയെന്നും അതിന്റെ പേരിൽ കറക്ക് കമ്പനിയൊന്നും അല്ല ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. കേരളത്തിൽ തന്നെ വലിയ ജലവൈദ്യുത പദ്ധതികൾ നടത്തി, കുറ്റ്യാടി അടക്കമുള്ള പദ്ധതികൾ നടത്തി പരിചയമുള്ള ഒരു ആഗോള കമ്പനി തന്നെയാണത്. അതിൽ പക്ഷേ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. വിചാരണ കോടതി പരിശോധിക്കട്ടെ. ഞാൻ താങ്കളിലേക്ക് ശ്രീ പി ശ്രീരാമകൃഷ്ണൻ, നേരത്തെ ശ്രീ ശംസുദ്ദീൻ ഉന്നയിച്ച വിഷയമുണ്ടല്ലോ. തീർച്ചയായും സർക്കാരിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും നിങ്ങൾ നിയമസഭയിൽ പ്രതിഫലിപ്പിക്കണം. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അക്കാര്യത്തിൽ ജനങ്ങൾക്ക് വിലയിരുത്താൻ ഒരു അവസരം കൊടുക്കുമ്പോൾ തന്നെ മറ്റു വിഷയങ്ങളുമുണ്ടല്ലോ. ബിസിനസ് നടക്കണമല്ലോ. 14 ദിവസമേ ഉള്ളൂ. അത് നടക്കുമോ? അല്ല, ഞങ്ങളിപ്പോൾ ഈ സഭയിൽ സ്വീകരിക്കാൻ പോകുന്ന സ്ട്രാറ്റജി എന്താണെന്ന് സഭ ചേരുന്നതിൻ്റെ തലേദിവസം മാധ്യമങ്ങളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ ഘടകകക്ഷി നേതാക്കളെല്ലാം യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ഒരു കാര്യം തീർച്ചയാണ്, ഞങ്ങൾ ഈ ജനാധിപത്യ സംവിധാനങ്ങളോടൊക്കെ പുറംതിരിഞ്ഞ് നിൽക്കുന്നവരും ശംസുദ്ദീനെ പോലെയുള്ള ആളുകൾ അതെല്ലാം ഭംഗിയായി നടത്താൻ ആഗ്രഹിക്കുന്നവരുമായിട്ടൊന്നും പറയരുത്. ഞങ്ങളും ഇതിൽ ഭംഗിയായി പങ്കെടുക്കുന്നത്. കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ എല്ലാ പ്രതിഷേധ പ്രകടനങ്ങൾക്കും ഇടയിൽ തന്നെ ഞങ്ങളുടെ കർമ്മം നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, മര്യാദയുടെ എല്ലാ അതിരുകളും ലംഘിച്ചിരിക്കുകയാണ് അഭിലാഷേ. എല്ലാ മര്യാദയുടെ അതിരുകളും പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പ്രയാസം ഉണ്ടാവും. ആ പ്രയാസം ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ എല്ലാറ്റിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നിയമസഭയെക്കുറിച്ച് പറയുമ്പോൾ നിയമസഭയുടെ മുന്നിൽ പോലും കളവുകളുടെ പെരുമഴ അങ്ങനെ നടത്തുകൊണ്ടിരിക്കുക. ബഡ്ജറ്റ് വിൽക്കുക എന്നൊക്കെ പറഞ്ഞതിന് മുമ്പ് കേട്ടിട്ടുണ്ടോ? ബഡ്ജറ്റിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ബഡ്ജറ്റിൻ്റെ സഭാ സമ്മേളനത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
നിങ്ങൾ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ നടക്കാറുണ്ട്, ലോകത്ത് എല്ലായിടത്തും ഉണ്ടത്. അതെന്തിനാണ്? ആ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? വ്യത്യസ്ത വിഭാഗക്കാരെ വിളിച്ചു വരുത്തുക, അവരോട് ടാക്സ് കൂട്ടുമെന്ന് പറയുക, കൂട്ടുമ്പോൾ കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കൈക്കൂലി ഇത്രയാണെന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്യാതെ കുറച്ചു കൊടുക്കുക. ഇങ്ങനെ എത്ര ആളുകൾ പറഞ്ഞു പരാതി? ഞങ്ങൾ ഉണ്ടാക്കിച്ചതാണോ? കേരളത്തിലെ ജ്വല്ലറിക്കാരെ കൊണ്ട് ഞങ്ങൾ പരാതി പറയിപ്പിച്ചതാണോ? അല്ലല്ലോ. അപ്പോൾ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്നതിലും അതിൻ്റെ പ്രോസസ്സിങ്ങിലും ഉൾപ്പെടെ അഴിമതി നടത്തിയ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളിൽ ആ പ്രതികരണങ്ങളുടെ രൂക്ഷത സ്വാഭാവികമാണ്. തീർച്ചയായും എന്തായാലും പൊതുസമൂഹത്തിൽ ഉയർന്നിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും അതിന്റെ മറുവാദങ്ങളും നിയമസഭയിൽ ഉയരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി 13ാം നിയമസഭയുടെ അവസാന സമ്മേളനം ആരംഭിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഈ ചർച്ച. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ പി ശ്രീരാമകൃഷ്ണൻ, ശ്രീ എൻ ശംസുദ്ദീൻ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ശ്രീമതി ബിന്ദു കൃഷ്ണ. കാരായി രാജനെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുന്നത് സംബന്ധിച്ച് CPIM-ൽ ആലോചന. കാരായി രാജൻ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം രൂക്ഷമായ പ്രതിഷേധമാണ് ഇന്ന് ഉയർത്തിയത്. ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ പ്രസിഡന്റ് പങ്കെടുക്കാതായതോടെ ഭരണം പ്രതിസന്ധിയിലായെന്നാണ് പ്രതിപക്ഷ ആരോപണം. യോഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രസിഡന്റ് നേരിട്ടറിയാതെ എങ്ങനെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും UDF അംഗങ്ങൾ ചോദിക്കുന്നു. ഫയലുകൾ എറണാകുളത്ത് കൊണ്ടുപോയി ഒപ്പിടുന്ന രീതി നടക്കില്ലെന്നും പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കാരായി രാജനെ മാറ്റണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടതോടെയാണ് യോഗം അലങ്കോലമായത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലും തലശ്ശേരി നഗരസഭയിലും ഭരണസ്തംഭനമാണെന്ന് ആരോപിച്ച് UDF നേതാക്കൾ ഇന്നലെ ധർണ നടത്തിയിരുന്നു. ഫസൽ വധക്കേസിൽ പ്രതികളായതിനെ തുടർന്ന് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട കാരായ്മാർക്ക് പകരം വേറെ ആളുകളെ കണ്ടെത്തിക്കൂടെ എന്നതാണ് UDF-ന്റെ ചോദ്യം. എന്നാൽ നിയമപോരാട്ടം തുടരുകയാണെന്നും കാരായ്മാരെ മാറ്റുന്ന കാര്യം നിലവിൽ ചിന്തിച്ചിട്ടില്ലെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. റിപ്പോർട്ടർ, കണ്ണൂർ. എൻ ഷംസീർ CPIM, കെ സുരേന്ദ്രൻ കോൺഗ്രസ് എന്നിവർ ചർച്ചയിൽ. ആദ്യം ശ്രീ എൻ ഷംസീർ, ഇത് CPIM തന്നെ ഉണ്ടാക്കിയ പ്രതിസന്ധിയല്ലേ? വേറെ അംഗങ്ങളില്ലാത്തത് കൊണ്ടല്ലല്ലോ. കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും തന്നെ ജില്ലാ പഞ്ചായത്തിനെയും നഗരസഭയെയും നയിക്കണം എന്ന് തീരുമാനമെടുത്തത്. ഇപ്പോൾ വലിയ ഭരണ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. ഇവിടെ റിപ്പോർട്ടർ ചാനൽ ഈ ചർച്ച കൊണ്ടുവന്നത് ഞങ്ങൾ അഭിനന്ദിക്കുന്നു. പക്ഷേ വിഷയം എന്തായിരുന്നു ചർച്ച ചെയ്യേണ്ടിയിരുന്നത്? റിപ്പോർട്ടർ ചാനൽ ചർച്ച ചെയ്യേണ്ടത്, റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഒരു വിശ്വാസ്യതയുള്ളതാണ്. കാരണം അനീതിക്കെതിരെ പടപൊരുതുന്നവർ, ജനാധിപത്യ അവകാശങ്ങൾ കൊണ്ട് പൊരുതുന്ന ഒരു ചാനൽ എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഈ ചാനൽ ചർച്ച ചെയ്യേണ്ടി വരുന്ന വിഷയം പൗരാവകാശ ധ്വംസനത്തെക്കുറിച്ചാണ്. 45 മാസമായി 2 നേതാക്കന്മാരെ വേട്ടയാടുകയാണ്. അതിൽ കാരായി രാജനെയും ചന്ദ്രശേഖരനെയും 17 മാസം തടവിലടച്ചു. അതിനുശേഷം 28 മാസക്കാലമായി നാട് കടത്തിയിരിക്കുന്നു. ഇത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലിവ്ലിഹുഡ്, വ്യക്തി സ്വാതന്ത്ര്യം, ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം, പൗരസ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനമാണ് ഇപ്പം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കോടതി ഇങ്ങനെ പെരുമാറുന്നത് ഞങ്ങൾക്കറിയില്ല. നീതിന്യായ കോടതികളാണ്, ആ നീതിന്യായ കോടതികൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ ഈ നടത്തുന്ന അനീതിയെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. ഇത് കേരള ഹൈക്കോടതിയുടെ ഉത്തരവാണ് എന്ന് താങ്കൾക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. കൊലക്കേസിലെ പ്രതികളാണ് ഈ 2 പേരും. ഇവർക്കെതിരെ CBI ആണ് ചാർജ് കൊടുത്തിട്ടുള്ളത്. ഇവർ ഇപ്പോൾ ജാമ്യത്തിലാണ്. ആ ജാമ്യ വ്യവസ്ഥ പാലിക്കാനുള്ള ബാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കെ ഇവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ അവരോധിക്കണമെന്ന് വാശി പിടിച്ചത് എന്തിനാണ്? അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായത്? ഒന്ന്, ഭരണപ്രതിസന്ധി ഇല്ല എന്നുള്ള കാര്യം ആദ്യം അഭിലാഷ് മനസ്സിലാക്കണം. ഭരണപ്രതിസന്ധി ഇല്ല, ഒരു തരത്തിലുള്ള ഭരണപ്രതിസന്ധിയുമില്ല. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അതോടൊപ്പമുള്ള ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നല്ല ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് കേരളത്തിൽ ഏറ്റവും ആദ്യം ജൈവ പച്ചക്കറി കൃഷി പദ്ധതി നടപ്പിലാക്കുന്നു. അതുപോലെ വികസന പദ്ധതികൾ ഓരോന്നും നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നു. ഇതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ്. ഇപ്പോൾ കോൺഗ്രസ് ഇന്നലെ ധർണ നടത്തി. കോൺഗ്രസിന്റെ അവകാശം ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ ധർണ ഇന്നലെ നടക്കുമ്പോൾ ആ ധർണക്കകത്ത് കോൺഗ്രസിന്റെ UDF-ന്റെ പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴാണ് ഇതൊരു പൊളിറ്റിക്കൽ സ്ലോഗനായി തെരഞ്ഞെടുപ്പിന് മുമ്പാകെ വെക്കണം. അതിനുവേണ്ടിയുള്ള വളരെ കാൽക്കുലേറ്റഡ് ആയ അജണ്ടയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ചാനൽ കണ്ടെത്തി ചർച്ച ചെയ്യേണ്ടിയിരുന്നത് പൗരാവകാശ ധ്വംസനത്തെക്കുറിച്ചാണ്. നിങ്ങൾ പൗരാവകാശ കെ സുരേന്ദ്രൻ, എന്ത് ഭരണ പ്രതിസന്ധിയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലും തലശ്ശേരി നഗരസഭയിലും ഉള്ളത് എന്നുള്ളതാണ് CPIM-ന്റെ ചോദ്യം. എന്തിനാണ് കോൺഗ്രസ് അവിടെ സമരം ചെയ്യുന്നത്? ആ ചോദ്യം ഷംസീർ ചോദിച്ചിട്ടില്ലല്ലോ.
ഷംസീർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ്. അതല്ലാതെ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണരംഗത്ത് എന്ത് പ്രതിസന്ധിയാണ് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് ഷംസീറിന് അറിയുന്നത് കൊണ്ട് അദ്ദേഹം ഇവിടെ ചോദിച്ചിട്ടില്ല. ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് എന്തൊക്കെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ആളാണ് യഥാർത്ഥത്തിൽ. ഞങ്ങളിത് ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ഈ കൊലയാളികളെ കൊലക്കേസിലെ പ്രതികളെ നിങ്ങൾ ഇതുപോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് അവർ അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായും ഭരണപ്രതിസന്ധി ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞവരാ ഞങ്ങൾ. അത് ഇന്ന് യാഥാർത്ഥ്യമായി. ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അവിടെ എത്ര യോഗങ്ങളിൽ പങ്കെടുത്തു? പ്രതിസന്ധി ഞാൻ എണ്ണി പറയാം എത്ര യോഗങ്ങളിൽ പങ്കെടുത്തു. അവിടെ 5 ജില്ലാ പഞ്ചായത്ത്, ഇന്നത്തോടുകൂടി 6 ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുത്തത് 3 യോഗങ്ങൾ. അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ എണ്ണം 5. ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും 4 വീതം യോഗങ്ങൾ ചേർന്നു. 4-5 20 യോഗങ്ങൾ കഴിഞ്ഞു. അതിൻ്റെ അകത്ത് പ്രധാന ചുമതല വഹിക്കേണ്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരൊറ്റ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. അവിടെ ഭരണപരമായ നിർവഹണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ യോഗങ്ങൾ, അതിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗങ്ങൾക്ക് പുറമെ നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ പ്രത്യേകമായ യോഗങ്ങൾ ചേരാറുണ്ട്. ആ യോഗങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ ഓരോ മാസവുമാണ് ബില്ല് ഇപ്പോൾ ഒപ്പിട്ട് കൊടുക്കുന്നത്. ദൈനംദിനമായി എക്സ്പെൻഡിച്ചറിൽ ഒപ്പിടാൻ ബാധ്യതപ്പെട്ട പ്രസിഡന്റ് അവിടെ ഇല്ലാത്തത് കൊണ്ട് ഓരോ മാസത്തെ ബില്ല് ഒരുമിച്ചാണ്. ശരി, ഇപ്പോൾ ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നതാണ് ഭരണ പ്രതിസന്ധി. ഉദ്യോഗസ്ഥർക്ക് ഈ ഫയലുകൾ കൊണ്ട് എറണാകുളത്തേക്ക് വരേണ്ടി വരികയാണ്. അവിടെ ജനങ്ങൾ നിങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ ഭാഗമായാണല്ലോ ഒരു ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഇടതുമുന്നണിക്ക് രൂപീകരിക്കാൻ കഴിയുന്നത്. പക്ഷേ ആ ജനങ്ങളുടെ വിശ്വാസം നിറവേറ്റത്തക്ക വിധത്തിൽ ഭരിക്കാൻ സാധിക്കുന്നില്ല. ഇതുമൂലം എന്തുകൊണ്ടാണ് അവിടെ സൗകര്യമുള്ള ഒരാളെ വെച്ച് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കാത്തത്? ഇതിലിങ്ങനെ വാശി പിടിക്കുന്നത് എന്തിനാണ്? ഇവിടെ ഒരു തരത്തിലുള്ള ഭരണപ്രതിസന്ധിയുമില്ല. കൃത്യമായി ഫയലുകൾ അദ്ദേഹം 4 തവണ യോഗത്തിൽ പങ്കെടുക്കാൻ വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ആരോഗ്യപരമായ ചികിത്സയിൽ മറ്റും പരിഹാരത്ത് കാണിക്കാൻ വരുമ്പോഴും മറ്റും കൃത്യമായ ഫയലുകൾ നോക്കുന്നുണ്ട്. ഇത് വളരെ കാൽക്കുലേറ്റഡ് ആണ്. ഇത് തെരഞ്ഞെടുപ്പാണല്ലോ, ലോക്കൽ ബോഡി ഇലക്ഷനകത്ത് ഇതൊരു മെയിൻ സ്ലോഗനായി വെത്തു. ജനം തള്ളിക്കളഞ്ഞു. ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്തും ഇതിങ്ങനെ ലൈവാക്കി നിർത്തണം. ഇവിടെ ചർച്ച ചെയ്യേണ്ടത് മനുഷ്യാവകാശ ലംഘനത്തെ കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്ത അഭിലാഷ്? നിങ്ങൾ ചർച്ച ചെയ്തോ? പക്ഷെ നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ 28 മാസക്കാലമായി ഇവരും മനുഷ്യരാണ്, ഇവർക്കും റൈറ്റ് ഉണ്ട്. ഈ പറയുന്ന ഒന്നുകിൽ നിങ്ങൾ ട്രയൽ ചെയ്ത് വിചാരണ നടത്തുക. ഇവരിപ്പോൾ കുറ്റാരോപിതർ മാത്രമാണ്, കുറ്റക്കാരല്ല. ഇവിടെ ശിക്ഷിക്കപ്പെട്ടവർക്ക് പോലും 3 മാസം കൂടുമ്പം 20 ദിവസം പരോൾ ഉണ്ട്. ഇവർക്കെന്തേ അനുവാദം കൊടുക്കാത്തത്? അപ്പൊ ഇതൊരു പ്രീ കാൽക്കുലേറ്റഡ് ആയ കോടതിയുടെ മൂവാണ്. എന്തുകൊണ്ട് ഇങ്ങനെ കോടതി പെരുമാറുന്നു? എന്തുകൊണ്ടാണ് കോടതി ഇത്തരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തവനാണ് കാരായ രാജനും ചന്ദ്രശേഖരനും. അതേ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ജസ്റ്റിസുമാരും സ്ഥാനമെടുക്കുന്നത്. ഓരോരാൾക്കും ഓരോ അധികാരമുണ്ട്. ശരി, വിചാരണ തീർപ്പുണ്ടാകണം എന്നുള്ള താങ്കളുടെ പോയിന്റിൽ എനിക്ക് യോജിപ്പാണ് ശ്രീ എൻ ഷംസീർ. അതേസമയം കോടതിയെ സംശയത്തിൽ നിർത്തുന്ന താങ്കളുടെ നിലപാടിനോട് യോജിക്കുന്നുമില്ല. ശ്രീമതി ശോഭ സുരേന്ദ്രൻ, കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലും തലശ്ശേരി നഗരസഭയിലും ഇങ്ങനെ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. ഇത് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ വിഷയമായി അവിടെയുള്ള കക്ഷികൾ ഉന്നയിക്കുകയും ചെയ്യും. ഇക്കാര്യത്തിൽ CPIM ഉന്നയിക്കുന്ന വാദം ഈ 2 ആളുകൾക്കും അവർക്ക് വ്യക്തികൾ എന്നുള്ള നിലയിൽ ലഭിക്കേണ്ട മനുഷ്യാവകാശം ലഭിക്കണം എന്നുള്ളതാണ്. യോജിക്കുന്നോ? ഏത് മനുഷ്യാവകാശത്തെക്കുറിച്ചാണ് മിസ്റ്റർ ഷംസീർ സംസാരിക്കുന്നത്? കണ്ണൂരിലെ ജനങ്ങൾക്ക് ജനാധിപത്യപരമായി വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ഇവര് ആന്തൂരിൽ എങ്ങനെയാണ് ആളുകളെ വിജയിപ്പിച്ചത്? ആരെങ്കിലും നോമിനേഷൻ കൊടുത്താൽ അവരെ തട്ടിക്കളയുമെന്നാണ് പ്രഖ്യാപിച്ചത്. അവിടെ നോമിനേഷൻ കൊടുക്കാൻ പോയിട്ട് ഒരു ഇലക്ഷൻ പോലും നടന്നില്ല. ആരും രാഷ്ട്രീയ പ്രതിയോഗികൾ ആരും നോമിനേഷൻ കൊടുത്തില്ല. അവസാനം ആന്തൂരിലെല്ലാം ഞങ്ങളുടെ ആളുകൾ വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. ഒരു ജനാധിപത്യ ഭരണകൂടത്തിന്റെ വ്യവസ്ഥിതിക്കകത്ത് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി? അപ്പൊ കണ്ണൂരിൽ നടക്കുന്നത് അങ്ങനെയൊന്നുമല്ല. മാത്രമല്ല, ഈ കേസിൽ കൃത്യമായിട്ട് ഈ ഒരു കൊലക്കേസിലെ പ്രതികളെ തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥികളാക്കി നിർത്തും എന്ന് പറഞ്ഞ് എന്ത് മെസ്സേജാണ് CPIM കേരള പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊടുത്തത്? അപ്പോ കൊലപാതകം ചെയ്യാൻ വേണ്ടി പോകുന്നവരെയും കൊട്ടേഷൻ സംഘങ്ങളെയും ഒക്കെ ഞങ്ങളുടെ പാർട്ടി അംഗീകരിക്കുമെന്നും ഇനിയും ആളുകളെ കൊലപ്പെടുത്താമെന്നും ഉള്ളതിന്റെ സൂചനയായിട്ടാണ് ഇതിനെ കേരളത്തിന്റെ പൊതുസമൂഹം നോക്കിക്കാണുന്നത്. ഇവിടെ ജനങ്ങളോടുള്ള ബാധ്യത നിറവേറ്റേണ്ടത് ആ രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിക്ക് അറിയാമല്ലോ ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇവർക്ക് ആ പ്രദേശത്തേക്ക് വരാൻ സാധ്യമല്ല. അപ്പൊ ഇവർ ഈ കേസിൽ പെട്ടിട്ട്
കേസിൽപ്പെട്ട ആളുകളാണ്. സ്വാഭാവികമായിട്ടും വേറെ ഏത് തരത്തിലുള്ള പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സാധാരണ നേതാക്കന്മാരെ അവർക്ക് അവിടെ മത്സരിപ്പിക്കാമായിരുന്നല്ലോ. അപ്പോ ഇങ്ങനെ കൊലക്കേസിൽ കുറ്റാരോപിതർ മാത്രമല്ല, അത് കൃത്യമായി ബോധ്യപ്പെടലുകൾ ഏതറ്റം വരെ എത്തി എന്നതിന്റെ പേരിലാണ് ഇന്ന് ഇവിടെ ഈ സാഹചര്യത്തിൽ നിൽക്കുന്നത് ഈ രണ്ടുപേരും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന രണ്ട് പ്രതികളെ തന്നെ അവിടെ അഹങ്കാരത്തോടുകൂടി ധിക്കാരത്തോടുകൂടി മത്സരിപ്പിക്കുക, എന്നിട്ട് അവിടെ ജനാധിപത്യം, അത് ജനങ്ങളോട് കൊടുത്ത വാക്ക് നിറവേറ്റാതിരിക്കുക, ഇതെല്ലാം ചെയ്തതിനു ശേഷവും ഞങ്ങൾ ഇനിയും ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ മറ്റേ കേസ് വരാൻ പോവുകയാണ്. മനോജ് വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതിക്കെതിരെ ശരിയാണ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഇല്ല. പക്ഷേ ജില്ലാ പഞ്ചായത്തിന് വൈസ് പ്രസിഡന്റ് ഉണ്ട്, ഭരണസമിതി ഉണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് അവിടെ എത്താൻ കഴിയാത്തത് അദ്ദേഹത്തിന്റെ ജാമ്യ വ്യവസ്ഥ മൂലമാണ് എന്ന് നിങ്ങൾക്കറിയുകയും ചെയ്യാം. ഇതിൽ കേവല രാഷ്ട്രീയം കാണുന്നതിനപ്പുറത്ത് കണ്ണൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇത് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? അല്ല, ജില്ലാ പഞ്ചായത്തിന്റെ ഭരണ പ്രതിസന്ധിയെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. കേരള ഹൈക്കോടതിയെ ചോദ്യം ചെയ്യേണ്ടത് ഷംഷീറിന്റെ ജോലിയാണ്, അദ്ദേഹം ചോദ്യം ചെയ്തോട്ടെ. ഇവിടെ ജില്ലാ പഞ്ചായത്തിൽ ഭരണപരമായ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് തെളിവ് സഹിതമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു തീരുന്നത് വരെയെങ്കിലും ഒന്ന് നിൽക്കാൻ സാധിക്കണം, അതല്ലെങ്കിൽ പിന്നെ നമുക്കൊന്ന് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഭരണ പ്രതിസന്ധിയുടെ തുടർച്ച ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ ഇപ്പോൾ പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഉണ്ടല്ലോ. വൈസ് പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗിക്കാൻ പറ്റുമോ? അല്ലാതെ പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗിക്കാൻ പറ്റുമോ? വൈസ് പ്രസിഡന്റ് ചെക്കിൽ ഒപ്പിടാൻ പറ്റുമോ? ദൈനംദിനമായി ചെക്ക് ഒപ്പിട്ട് കൊടുക്കേണ്ട, ഒരുപാട് ഇടപാടുകൾ നടത്തേണ്ട, ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ആ മേഖലയിൽ വൈസ് പ്രസിഡന്റിന് അതിനുള്ള അധികാരമില്ലല്ലോ. ഇപ്പൊ അധികാര ദുർവിനിയോഗം നടക്കുന്നു. ഭരണ പ്രതിസന്ധി മാത്രമല്ല, അധികാര ദുർവിനിയോഗം. ഇപ്പൊ ഇന്ന് അവിടെ ജില്ലാ പഞ്ചായത്ത് യോഗം നടന്നു. ആരാണ് കത്ത് അയച്ചത്? കത്ത് ഒപ്പിട്ട് അയച്ചിരിക്കുന്നത് വൈസ് പ്രസിഡന്റാ. പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം വൈസ് പ്രസിഡന്റിന് ഒരു മീറ്റിംഗ് വിളിക്കുന്നതിന് വേണ്ടി കത്തയക്കാൻ അധികാരമില്ല. അധികാര ദുർവിനിയോഗമാണ് നടക്കുന്നത്. പ്രസിഡന്റ് ഇല്ല, അതുകൊണ്ട് എല്ലാം ഞാനാണ് എന്ന നിലയിൽ വൈസ് പ്രസിഡന്റ് കൈകാര്യം ചെയ്യാണ്. അതിന് ഷംഷീറിന്റെ പാർട്ടി, ഷംഷീറിനെ പോലുള്ള നേതാക്കന്മാർ ഒത്താശ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഭരണഘടന ലംഘനമാണ്. നിയമത്തെ ചോദ്യം ചെയ്യുകയാണ് ഇവർ. നിയമപരമായ കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല. അവിടെ 2 ദിവസം മുമ്പാണ് ഒരു കോൺട്രാക്ടറുടെ ചെക്ക്, 2 കോടി രൂപയുടെ ചെക്ക് ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ എറണാകുളത്ത് കൊടുത്തയച്ചു. എന്നിട്ട് ഒപ്പിട്ട് കൊണ്ടുവന്നു എന്ന് ഷംസീർ, കോൺഗ്രസിനും ബി ജെ പിക്കും ഈ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള പഴുതുണ്ടാക്കി കൊടുത്തത് ആരാണ്? നേരത്തെ പറഞ്ഞല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയൊരു വിഷയമായി ഉന്നയിച്ചു. കണ്ണൂരിൽ മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ ഉന്നയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ലൈവാക്കി നിർത്താൻ നോക്കുകയാണ്. ശരി, അതവർ സ്വാഭാവികമായും ചെയ്യുമല്ലോ. എന്തുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ നിങ്ങളുടെ പാർട്ടിക്ക് കഴിയാത്തത്? ഇവരെ സ്ഥാനാർത്ഥികളാക്കിയത് കൊണ്ടും പിന്നെ ഇവരെ ഭരണ നേതാക്കളായി തെരഞ്ഞെടുത്തത് കൊണ്ടുമാണല്ലോ ഈ പ്രശ്നം. ഇവിടെ അതിനു മുമ്പ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ എനിക്ക് മറുപടി പറയേണ്ടതുണ്ട്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഭീഷണിപ്പെടുത്തി. ഞങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പാർട്ടിക്ക് സ്ഥാനാർത്ഥികളാക്കാൻ പറ്റില്ല ശോഭയെ. നിങ്ങളുടെ പാർട്ടികളെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നത് നിങ്ങൾ തന്നെയാണ്. ഇപ്പൊ ആന്തൂരിൽ ഞങ്ങളുടെ പാർട്ടിക്കാരെ പിടിച്ച് നിങ്ങൾ ബി ജെ പി ആണോ നിൽക്കണം എന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ കിട്ടാത്ത ഞങ്ങൾ ഉത്തരവാദിയാണ്. അത് മാത്രമല്ല, സ്ത്രീ സംവരണ സീറ്റിൽ പുരുഷനെ കൊണ്ടുപോയി നിർത്തിച്ച് നോമിനേഷൻ തള്ളിയ ആളുകളാ. ഒരു നോമിനേഷൻ ഫോറം പോലും കൊടുക്കാൻ അറിയാത്ത പാർട്ടിയാണ്. സ്ത്രീ സംവരണ സീറ്റിൽ പുരുഷനെ നിർത്തിച്ച് നോമിനേഷൻ തള്ളി. ഇപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് ഞങ്ങളെ കുറ്റപ്പെടുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഇങ്ങനെ വിവരക്കേടുകൾ ചെയ്യുക, ഞങ്ങൾ അതിൽ കെട്ടിവെക്കുക. ഇനി മറുഭാഗത്ത് മറുപടി പറയാം. എന്താണ് ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഭരണപരമായി നല്ല നിലയത്തിന്റെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇവർ ആസൂത്രിതമായി ഉണ്ടാക്കുന്ന ഒരു പ്രീ പ്ലാൻഡ് സ്റ്റോറിയാണ്, ഇലക്ഷൻ അജണ്ടയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് കാരായി രാജനും ചന്ദ്രശേഖരനും മത്സരിക്കാൻ ഇടയാക്കിയത്? ആ കാരണം പറയാം. ഈ ഫസൽ കൊലപാതകത്തിനകത്ത് ചില റിവിലേഷൻ പുറത്തു വന്നു. ശോഭയുടെ പാർട്ടിക്കകത്തുണ്ടായ പൊട്ടിത്തെറി. ആ പൊട്ടിത്തെറിയെ തുടർന്ന് ആരാണ് കൊന്നത്? കൊന്ന കേസിലെ പ്രതി പുലി പ്രവീഷ് ദുബായിലുണ്ട്. വേറൊരാൾ കൊയിലാണ്ടിയിൽ വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വേറൊരാൾ എന്റെ നാട്ടുകാരൻ നാട്ടിലുണ്ട്. ഇവരാണ് കൊലപാതകം നടത്തിയത്. കൊലപാതകത്തിൽ ഇവർ കുറ്റവിമുക്തരാണ് എന്ന് RSS ഞങ്ങൾ നടത്തിയ കൊലപാതകമാണ് അതിനകത്തുള്ള പൊട്ടിത്തെറിയുടെ ഭാഗമായി പുറത്തു വന്നു. സ്വാഭാവികമായും ഇവർക്ക് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെടുന്നു. ഇവർ ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ളവരാ.
അതുകൊണ്ടാണ് ഇത്രയും ശരി, വോട്ടുകൾ ജയിച്ച ഇതൊക്കെയാണ് രണ്ടുപേരും. CPIM-ന്റെ വാദങ്ങൾ, സ്വാഭാവികമായും ഇതൊക്കെയാണ് കോടതിക്ക് CPIM-ന്റെ മത്സരിക്കാൻ അനുവാദം വിശ്വാസങ്ങളും. എന്തായാലും സത്യപ്രതിജ്ഞ കാരായി നടത്താൻ രാജനും കൊടുക്കാം. കാരായി എന്തുകൊണ്ട് ചന്ദ്രശേഖരനും ഈ കാര്യത്തിൽ തൽക്കാലം കൊടുക്കാം? അവിടെ ഭരണ ഇത് യന്ത്രത്തിൽ ചോദ്യമല്ലേ? തുടരുമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെയും കണ്ണൂരിൽ ഇതിനെ ഒരു രാഷ്ട്രീയമായുധമാക്കാൻ, ഈ ഭരണ പ്രതിസന്ധിയെ രാഷ്ട്രീയ ആയുധമാക്കാൻ കോൺഗ്രസും BJPയും മുന്നോട്ട് വരികയും ചെയ്തിരിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ കെ സുരേന്ദ്രൻ, ശ്രീ എൻ ഷംസീർ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ.